ഇന്ന് ബഡ്ജറ്റ് ഡേ ആയിരുന്നു. ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പണുമായിരുന്നു. ഇന്ന് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ ഇൻവെസ്റ്റിങ്ങിൽ എന്ന, അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ് ഞാനൊന്ന് നോക്കുന്നത്. ഇന്ന് മാർക്കറ്റ് നല്ല ഡിപ്പിലാണ്. അത് ബേസിക്കലി അതിനകത്ത് STT ട്രാൻസാക്ഷൻ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് 0.05 0.15% കൂട്ടിയത് കൊണ്ടാണ് ആ ഡിപ്പ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി തരാനാണ് സാധ്യത. അതിനകത്ത് ഒരു നെഗറ്റീവ് സെന്റിമെന്റിനേക്കാളും കൂടുതൽ ഷോർട്ടായിട്ട് ട്രേഡ് ചെയ്യുന്നതിന് അത് അഫക്റ്റ് ചെയ്യാം. പക്ഷെ ലോങ് ടേമിൽ ഒരു ഷെയറിന്റെ വാല്യുവേഷനിലോ അതിന്റെ പ്രൈസിലോ ഒന്നും അതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം മീഡിയം ടേമോ ലോങ് ടേമോ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അതിനകത്ത് ഒരു നെഗറ്റീവ് പോയിന്റ് സ്റ്റാൻഡ് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ നിഫ്റ്റിയില് ആർക്കും ലാഭം കിട്ടുന്നില്ലെങ്കിലും ഒരു നല്ലൊരു വാല്യുവേഷനിലേക്ക്, അതായത് പ്രൈസ് കറക്ഷനിലേക്ക് അത് പോയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തത്. ആ രീതിയിൽ നോക്കിയാൽ ഒരു കറക്ഷൻ, അതിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റിയോ നമുക്ക് കാണാൻ പറ്റും. ഇന്നിപ്പം മെറ്റൽ സെക്ടർ നന്നായിട്ട് ഡിപ്പായിട്ടുണ്ട്. പിന്നെ ഡിഫൻസ് സെക്ടർ, അത് PSU, ബാങ്ക്സ്, എനർജി സെക്ടർ, റെയിൽവേ, ഇതൊക്കെ താഴേക്ക് പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുറെ ചില സെക്ടേഴ്സ് മാത്രമേ, വളരെ അപൂർവം ചില സെക്ടേഴ്സ് മാത്രമേ ഇന്ന് മുകളിലേക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ ഇന്നത്തെ ബഡ്ജറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസിനകത്ത് ഇപ്പൊ സ്റ്റോക്സിനെ അഫക്ട് ചെയ്യേണ്ട ഡിഫൻസ് പ്രൊഡക്ഷൻ ആണ്. അതിനകത്ത് ഏകദേശം ഞാൻ നോക്കുമ്പോൾ 2.19 crores അലോക്കേഷൻ ഉണ്ട്. അതായത് 20% ഇൻക്രീസ് ആണ്. ഡിഫൻസിനും ഇൻക്രീസ് ആയിട്ടാണ് കാണുന്നത്. അഗ്രികൾച്ചർ സെക്ടറിന് അത് നേരിട്ട് സ്റ്റോക്ക് പിക്കിങ്ങിനകത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കി വേണം അത് നമ്മൾ ആലോചിക്കാൻ. പക്ഷെ അതിനകത്തും ഇൻക്രീസ് ഉണ്ട്. എഡ്യൂക്കേഷനകത്താണ് കുറച്ച് ഇൻക്രീസേ ഉള്ളൂ. എനർജി സെക്ടറിനകത്തും ഇൻക്രീസ് ഉണ്ട്, ഹെൽത്തിനകത്തുണ്ട്. പിന്നെ സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക് സൈഡിലേക്കും MSMEയിലേക്കൊക്കെ ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ പല സ്റ്റോക്സും ഇന്ന് അതിൻ്റെ ഒരു പ്രൈസ് ഡിപ്പായതുകൊണ്ട് അത് നല്ലൊരു വാല്യുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അത് നോക്കി പിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കറക്റ്റ് സ്റ്റാൻഡ്. അതായത് പ്രൈസ് ടു ഏർണിങ്സ് ഞാൻ പലതും നോക്കുമ്പം ചില സ്പെസിഫിക് കമ്പനീസ് 20ൽ താഴെ വന്നിട്ടുണ്ട്. പിന്നെ പെഗ് റേഷ്യോ എന്ന് പറയുന്നത് ആണ് നാളത്തെ ഗ്രോത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് P/E ഡിവൈഡഡ് ബൈ ഗ്രോത്ത് ആണ് വരുന്നത്. അപ്പം ആ പ്രൈസ് കറക്ഷൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നതായിട്ട് കാണാം. പലതിൻ്റെയും പ്രൈസ് ഇതുവരെ ഓവർ വാല്യുവേഷനിൽ നിന്ന് ഒരു കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ പലതും വന്നിട്ടുണ്ട്. അപ്പോൾ അത് പിക്ക് ചെയ്യുക. ഒരു മീഡിയം ടേമിനകത്തേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ ലോങ് ടേമിനകത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാം എന്നുള്ളതാണെങ്കിൽ അത് ഒരു നമ്മുടെ കയ്യിലൊതുങ്ങുന്ന റിസ്ക് ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി ആവാം. റിസ്ക് എടുക്കാതെ നമുക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. പക്ഷെ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക. കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയുന്നത് വാല്യുവേഷൻ ആണ്. അത് പ്രൈസ് താഴ്ന്നിരിക്കുമ്പോഴാണ് നമുക്കത് വാങ്ങേണ്ടത്. ഇത് സഹായകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ്സിനകത്ത് അഡ്വൈസ് തരാം. അതേപോലെ തന്നെ അഡ്വൈസസ് ചോദിക്കുകയും